ഹലോ ഹായ് നമസ്കാരം. ഇതൊരു കാഷ്വൽ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, പിന്നെ മോഹൻലാൽ ഒരുപാട് സമയമെടുത്ത് 20 മിനിറ്റോളം സമയമെടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മോഹൻലാൽ 20 മിനിറ്റ് എടുത്ത് പത്രപ്രവർത്തകരോട് പറഞ്ഞ മറുപടിയും അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പിന്നെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി നോക്കുമ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കാച്ചി കുറുക്കി എടുത്തു കഴിഞ്ഞാൽ കൂടി പോയൊരു 5 സെൻറ്റൻസിനപ്പുറം വരില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ആൾ തന്നെയാണോ ഈ കോണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് പോസ്റ്റും പ്രസംഗവും ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം, എന്നിട്ട് അതിനുശേഷം ബാക്കി സംസാരിക്കാം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം. അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി. ഈ സംഘടനാ രീതി എന്ന് പറയുമ്പോഴേ എന്താണ് ഈ സംഘടന അല്ലെങ്കിൽ സംഘടനാ രീതി എന്നൊന്ന് വിശദമാക്കിയാൽ കൊള്ളാം എന്നൊരു പത്രപ്രവർത്തകന് മറുചോദ്യം ചോദിക്കാൻ പറ്റിയ സിറ്റുവേഷനായിരുന്നു. കാരണം ഇവിടെ മോഹൻലാൽ അദ്ദേഹം പത്രപ്രവർത്തകരെ നേരിടുന്നതിന് മുമ്പ് പറഞ്ഞു ഇതൊരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടനയല്ല, ഒരു കുടുംബം പോലത്തെ ഒരു പരിപാടിയാണെന്നൊക്കെ. അപ്പോൾ ഇതൊരു സഹകരണ സംഘമോ അല്ലെങ്കിൽ ഒരു വെൽഫെയർ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഇത് അഭിനേതാക്കളുടെ സംഘടന, ഇവരാണ് അഭിനേതാക്കൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു നിയമപരമായ അധികാരം ആ സംഘടനയ്ക്ക് വരുന്നുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഏത് സംഘടനയെക്കുറിച്ചാണ് മമ്മൂട്ടി ഈ സംസാരിക്കുന്നത്? എനിവേ, AMMA ആണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗം എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത്. പക്ഷേ മോഹൻലാൽ രാജി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മമ്മൂട്ടി അടക്കമുള്ള ആളുകളെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് രാജിവെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടായതിനു ശേഷം ഞാൻ പ്രതികരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാവുമ്പോൾ ഉറപ്പായും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ആ ഭരണസമിതിയിൽ നിന്ന് ഉണ്ടാവണം എന്നും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. പക്ഷേ ഈ എഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവുന്നില്ല. സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ, ഒരിക്കലുമല്ല. അങ്ങനെ ഒരിക്കലും പറയരുത്. അത് മോഹൻലാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തോന്നി. സമൂഹത്തിൻ്റെ ഒരു സെഗ്മെൻറ്റ് പോലെയാണ് നമ്മൾ സിനിമയെ കാണേണ്ടതെന്ന്. സിനിമ എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് കാണാം, സിനിമാ മേഖല അങ്ങനെയല്ല. ഇത് ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു കാര്യം എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, അതുപോലെ ഈ മേഖലയിലും ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ IT മേഖല നമുക്ക് എടുത്തു നോക്കാം. അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, വ്യത്യസ്ത ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അവർ കംപ്ലയിൻറ്റ് കൊടുക്കും. ആ കംപ്ലയിൻറ്റിനനുസരിച്ച് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് മാത്രമല്ല, പുറത്തും ഒരേ സമയം പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ പരാതി ആർക്ക് നേരെയാണോ ഉണ്ടായത് അയാളെ തൽക്കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും. അയാൾ ക്ലീൻ ചിറ്റ് നേടിക്കഴിഞ്ഞാൽ മാത്രമാണ് തിരിച്ച് ജോലിയിലേക്ക് വരാനോ അല്ലെങ്കിൽ മറ്റു ജോലിക്ക് നോക്കാനോ ഒക്കെ പറ്റുള്ളൂ. ആ ഒരു പേടി, അതായത് സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കും എന്ന് പറയുന്നൊരു പേടി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്തരം പരാക്രമങ്ങൾ കാണിക്കാനുള്ള സാധ്യതകൾ കുറയും. മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന പുരുഷന്മാർ ആ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് അവരുടെ ശരീരം ആവശ്യപ്പെടുക, അത് ഡിമാൻഡ് ചെയ്യുക, ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജോലിയുള്ളൂ എന്ന് പറയുന്നൊരു സാഹചര്യം നിലവിലില്ല. അത് കേരളത്തിലെ മറ്റേത് തൊഴിൽ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇല്ല. അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ആവശ്യപ്പെടുന്നവനാണ് തൊഴിൽ നഷ്ടം ഉണ്ടാവുക. പക്ഷേ ഇവിടെ ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാത്ത ആൾക്കാണ് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നത്. പ്രധാനികളെന്ന് സ്വയം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രധാനികളായി മാറിയിട്ടുള്ള ആളുകളൊക്കെ അവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവസരം നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് മറ്റെല്ലാ മേഖലയിലും ഉള്ളതൊന്നുമല്ല. സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുണ്ട്. സിനിമയിലാവാം, സിനിമാ മേഖലയിൽ അത് തുടർന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് പരാതികൾ ഉണ്ടായിട്ടും അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണല്ലോ നിലവിൽ വരുന്ന പരാതികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ആർഗ്യുമെൻ്റ് ആവുന്നില്ലല്ലോ. സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും, സ്വാഭാവികം. ഈ രംഗത്ത് അനഭിലഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ്. ആരായി സിനിമാ പ്രവർത്തകർ? അത് മമ്മൂട്ടി അടങ്ങുന്ന ആളുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതും ഞാൻ ഉൾപ്പെടെയുള്ളവരാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് വരാതിരിക്കുമ്പോൾ അവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കായ്മ എനിക്ക് ഫീൽ ചെയ്തു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇത് മോഹൻലാൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത്. അവിടെ എനിക്കൊരു ചെറിയ ചോദ്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെ ശുപാർശകളൊക്കെ പുറത്തേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഈ AMMയുടെ സംഘടനാ തലപ്പത്തുണ്ടായിരുന്ന ആളുകളെ
ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു റിപ്പോർട്ട് 2-3 നിർദ്ദേശങ്ങൾ ചോദിച്ചു, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല എന്ന് ഈ സംഘടനാ തലപ്പത്തുള്ളവർ പറയുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ ഗംഭീരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് സിനിമാ രംഗത്തെ, വേറെ എവിടെയുള്ള കാര്യമല്ല, സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി. അങ്ങനെ ഒരു കമ്മിറ്റിയെക്കുറിച്ച് ഡിസ്കഷന് വേണ്ടി വിളിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോയി, പണ്ട് ആരോ ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞ പോലെ അവിടെ എന്തോ ചോദിച്ചു, ഞങ്ങളെന്തോ പറഞ്ഞു, ഇങ്ങ് പോന്നു. പക്ഷേ ഇതിൻ്റെ ഇത്രയും പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള മമ്മൂട്ടിയെ പോലെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ നെടുന്തൂണുകളിൽ തന്നെ ഒരാളായിട്ടുള്ള ഒരാൾ, ശരി അവർ ചർച്ചയ്ക്ക് പോയി അവർക്കതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കാം, പക്ഷേ മമ്മൂട്ടിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ടോയ്ലറ്റ് ഇഷ്യൂ ആണ്. ഒരു ജോലി സ്ഥലത്ത് പെൺകുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് സൗകര്യം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും അത്യാവശ്യം തന്നെയാണ്. പുരുഷന്മാർക്ക് പിന്നെ നമ്മളൊരു പറമ്പിലാണെങ്കിലും പോകാമെന്ന് വിചാരിക്കാം, പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല നിലവിലെ സാഹചര്യം അനുസരിച്ച്. അപ്പോൾ ഉടനെ ചോദിക്കും, നമ്മുടെ മറ്റേ നായികയ്ക്ക് അവിടെ കാരവൻ ഉണ്ടല്ലോ, ടോയ്ലറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നായികമാർ കൈയടക്കി വെക്കുകയും എന്നാൽ അതേസമയം ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള സാഹചര്യം പലരായി പറഞ്ഞതിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ തൊഴിൽ മേഖല, നമ്മുടെ തൊഴിൽ മേഖലയിൽ പെൺകുട്ടികൾ നേരിടുന്ന ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്. നല്ല നിർദ്ദേശങ്ങളൊക്കെയാണ്, സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഗൂഗിൾ മീറ്റ് നടത്താം. ഇവരെന്തായാലും മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്, രാജിവെക്കലും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിക്കുകയോ സ്ത്രീകൾ ഉൾപ്പെടുന്ന AMMയിലെ പ്രതിനിധികളെയൊക്കെ ഓൺലൈനായി കൊണ്ടുവന്നുകൊണ്ട് ഒരു ചർച്ച നടത്തിയതിന് ശേഷം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അർജൻറ്റായിട്ട് വേണ്ടത് എന്നത് തയ്യാറാക്കി, ഒറ്റയ്ക്ക് എന്തായാലും തീരുമാനം എടുക്കാൻ പറ്റില്ല, ഇത് അഭിനേതാക്കളുടെ മാത്രം ഒരു കൂട്ടായ്മയല്ലേ. അപ്പം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘത്തിൽ നിന്ന് വേണം തീരുമാനം ഉണ്ടാവാൻ. അപ്പോൾ നമുക്ക് ഫെഫ്കയ്ക്ക് ഒരു മെയിൽ അയക്കാം, ഇന്ന ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്, നമ്മുടെ AMMA സംഘടനയിലെ വനിതാ പ്രതിനിധികളുടെ കൂടി ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് അയക്കുന്നു എന്ന് പറഞ്ഞ് AMMA എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ സ്വന്തം നിലയിലോ ഇതൊക്കെ വലിയ നിർദ്ദേശങ്ങളല്ലേ, നമ്മളിതിൽ നടപ്പിലാക്കാൻ വേണ്ടി എല്ലാവരും കൈകോർത്ത് നിൽക്കേണ്ട സമയമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും ദിവസങ്ങളായി, ഇതുവരെ എത്ര കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് എന്നറിയില്ല. B. ഉണ്ണികൃഷ്ണൻ ഫെഫ്കയുടെ മുകളിൽ നിൽക്കുന്ന ആളാണ്. പുള്ളി പത്രക്കാരെ കണ്ടപ്പോഴും പത്രസമ്മേളനം വിളിക്കുന്ന കാര്യം സൂപ്പർ സ്റ്റാറുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിർദ്ദേശങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നില്ല. ഇത്രയും ദിവസമായിട്ടും അത് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. എനിവേ, ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ, ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല, അങ്ങനെയൊന്ന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ. ഈ പറഞ്ഞ സെൻറ്റൻസിൽ എനിക്ക് കടുത്ത വിയോജിപ്പുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കോമ്പറ്റീഷൻ കമ്മീഷൻ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു, സംവിധായകൻ വിനയൻ കൊടുത്ത പരാതിയിന്മേലാണ്. അതിൽ സിനിമയിൽ ശക്തി കേന്ദ്രം പോലെ ആളുകളുടെ തൊഴിൽ നിഷേധിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് എന്നുള്ളത് ആ വിധി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രതിസ്ഥാനത്ത് അദ്ദേഹം കൊടുത്തിരുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, B. ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ തുടങ്ങിയിട്ടുള്ള ആളുകളായിരുന്നു. അതുകൂടാതെ പല അഭിനേതാക്കളും നിർമ്മാതാക്കളും മൊഴി കൊടുത്തിട്ടുണ്ട്. ജയസൂര്യ അടക്കമുള്ള ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. AMMA എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗത്ത് നിന്ന് വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കരുത് എന്നൊരു ആവശ്യപ്പെടലുണ്ടായിരുന്നു. അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ സിനിമകൾ നഷ്ടപ്പെടുമെന്ന്. അങ്ങനെ സിനിമകൾ നഷ്ടപ്പെട്ടുവെന്ന് ഈ പറയുന്ന ആളുകൾ പറയുന്നുണ്ട്. മാള അരവിന്ദൻ അദ്ദേഹം മരണത്തിന് മുമ്പ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. അതുപോലെ വേറെയും എത്രയോ അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഒക്കെ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കോമണായി നമ്മൾ കേൾക്കുന്ന പേര് AMMA എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന കുറച്ച് പേരുകളുമാണ്. ഇനി ആ പേരുകളിൽ ഒന്ന്, നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ അതിനെ ശക്തിയുക്തം അയാളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി കൈക്കൊള്ളുന്ന പത്രസമ്മേളനത്തിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും. അവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് പേരുകൾ കാണാൻ പറ്റും. അപ്പോൾ ശക്തി കേന്ദ്രം ഇല്ല എന്ന് പറയുമ്പോൾ, കാര്യം ഒരാളോടൊപ്പം ജോലി ചെയ്യരുത് അല്ലെങ്കിൽ ഇയാൾ ഇനി സിനിമ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചില ആളുകൾ മുന്നിട്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായും ആ മുന്നിട്ടിറങ്ങുന്ന ഗ്രൂപ്പിനെ നമുക്കൊരു ശക്തി കേന്ദ്രം എന്ന് വിളിക്കാമല്ലോ. കാര്യം അവരത്രയും പവർഫുള്ളാണ്. അല്ല നാളെ മുതൽ നമ്മളൊക്കെയാണ് ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞ് ശക്തി കേന്ദ്രം രൂപീകരിച്ച് സർട്ടിഫിക്കറ്റ് എടുത്തു എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു പവർ കൈയാളുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് എഴുതി തള്ളുമ്പോൾ, ഇതൊക്കെ ഒരു പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വെളിവുള്ള പത്രപ്രവർത്തകർ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാവുന്നതാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ടല്ലോ AMMA ഇങ്ങനെ നിഷേധിച്ചിട്ടുണ്ടെന്ന്, അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് മമ്മൂട്ടിയോട് ചോദിക്കാം, മോഹൻലാലിനോട് ചോദിക്കാമായിരുന്നു. പക്ഷേ അവിടെ കൂടിയിരുന്ന പത്രപ്രവർത്തകരൊക്കെ എന്താണ് ചോദിച്ചതെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന ആ ബഹളവും ആ ബഹളത്തിനിടയ്ക്ക് ആകെ പൊങ്ങി വന്ന 2-3 ചോദ്യങ്ങളും കേട്ടപ്പോൾ അതിലേക്ക് വരാം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ
ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആരോട്? ഈ അഭ്യർത്ഥന ഫോർ എക്സാമ്പിൾ 2-3 സിനിമയിൽ അഭിനയിച്ചൊരു ഉണ്ണിക്ക് വേണമെങ്കിൽ അഭ്യർത്ഥിക്കാം. പക്ഷേ ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ നെടുന്തൂണായി നമ്മൾ വാഴ്ത്തപ്പെടുന്ന ഇത്രയധികം പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ള ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു താരം മറ്റൊരാളോട് അഭ്യർത്ഥിക്കുകയല്ലോ. ശുപാർശകൾ നടപ്പാക്കാൻ മുൻകൈയെടുത്ത് മുന്നിൽ നിന്ന് നയിക്കേണ്ടയാൾ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകളാണ്. കാരണം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇവിടെ താരങ്ങളായി വളരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്ന് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ പറയുമ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വളരെയധികം ലാഭം കൊയ്യുന്ന ആളുകളും ഇവർ തന്നെയാണ്. ഈ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ആളുകളിൽ ഇവരും പ്രധാനികളാണ്. ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാത്ത 2024 തുടക്കം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരും മാറ്റി നിർത്തി കഴിഞ്ഞാലും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരിതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ലാഭവും ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലുണ്ടാവുന്ന ലാഭവും വലുതാണ്. അപ്പോൾ സ്വാഭാവികമായി മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വം അവർക്കില്ലേ? ആത്യന്തികമായി സിനിമ നിലനിൽക്കും. കാരണം ലോകത്തെല്ലായിടത്തും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത്. മലയാളത്തിൽ സിനിമകളെ ഇറങ്ങിയില്ലെങ്കിലും നമ്മൾ സിനിമകൾ തപ്പിയെടുത്തിരുന്ന് കാണും. സിനിമ എന്ന് പറയുന്ന കലാരൂപം അത്രയ്ക്കും ശക്തമായ ഒന്നാണ്. പക്ഷേ ആ കല നിലനിൽക്കുന്ന മേഖല, അല്ലെങ്കിൽ ആ കലയെ ചുറ്റിപ്പറ്റി നിലനിന്ന് പോകുന്ന മേഖല, അതിലൊന്നാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുന്നിൽ നിന്ന് നേതൃനിരയിൽ നിന്ന് തന്നെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. അങ്ങനെയല്ലേ വേണ്ടത്. ഞാൻ ഇതിന് ശേഷം മോഹൻലാൽ നടത്തിയ പത്രസമ്മേളനം അത് ഞാൻ ശരിക്കും ഉണ്ടല്ലോ കുറച്ച് പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ചു. 4 പേജ് നിറച്ച് എഴുതി പുള്ളി പറഞ്ഞത് മുഴുവൻ. പക്ഷേ എഴുതിയതെല്ലാം കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നത് പോലെ തന്നെയാണ്. വലിയ ചോദ്യങ്ങളൊന്നും കേൾക്കാനോ ഉത്തരം പറയാനോ എനിക്ക് വയ്യ. ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല. എനിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം ഈ സംഭവിച്ച പല കാര്യങ്ങളിലും ഞാനടക്കമുള്ളവരുടെ ഉത്തരവാദിത്വം നിറഞ്ഞ പ്രവർത്തനം ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുതന്നെയാണ് മോഹൻലാലിൻ്റെ പത്രസമ്മേളനത്തിൽ എനിക്ക് മനസ്സിലായത്. ഉത്തരവാദിത്വം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇൻഡസ്ട്രി നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ ഒരു ഇൻഡസ്ട്രി വളർത്തിയെടുത്തുകൊണ്ട് വന്നതാണ്. നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാനുള്ളതാണ്. ഞാൻ ഇവിടെ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല. പിന്നെ സംഘടനാപരമായിട്ട് അങ്ങനെയൊന്നും എനിക്ക് സംസാരിക്കാൻ വയ്യ. നിങ്ങളിങ്ങനെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് മോശമായിട്ടുള്ള വാർത്തകൾ കൊടുത്ത് നമ്മുടെ വില കളയല്ലേ. നമുക്ക് ഇനിയും സിനിമകളൊക്കെ ഇറക്കിയിട്ട് ലാഭം ഉണ്ടാക്കാനുള്ള, ഈ ലാഭം എന്ന് പറഞ്ഞ വാക്ക് പുള്ളി പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡസ്ട്രിയെ തകർക്കുക എന്ന് പറയുന്ന ഒരു ഗൂഢ ലക്ഷ്യവുമായിട്ട് ആരോ ആക്രമിക്കാൻ വരുന്നു, അവരോട് തൊഴുകയെടുത്ത് സംസാരിക്കുന്ന പോലെ അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. പല ആളുകളും ഇതിലെ പല കാര്യങ്ങളും കട്ട് ചെയ്ത് അതിൻ്റെ പോസ്റ്ററൊക്കെ ആയിട്ട് മാസ് മറുപടി എന്നൊക്കെയുള്ള രീതിയിൽ കൊടുക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ എനിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോടൽ മാത്രമായിട്ടാണ് ഈ പത്രസമ്മേളനമാണെങ്കിലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിലും ഫീൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് മോഹൻലാൽ അദ്ദേഹം സ്റ്റേജിലേക്ക് വരുമ്പോൾ KCAക്ക് നന്ദി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 1978 വീടിനടുത്ത് ഇവിടെ വെച്ചിട്ടാണ് അഭിനയ ജീവിതം തുടങ്ങുന്നത്. 47 വർഷത്തിന് ശേഷം ഇവിടെ വെച്ച് ദൗർഭാഗ്യകരമായ ഒരു കാര്യത്തിന് പ്രതികരിക്കേണ്ടി വരുന്നു. ആധികാരികമായി എനിക്ക് സംസാരിക്കാനാവില്ല. പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാറില്ല. വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ ഒളിച്ചോടിയതല്ല. 47 വർഷമായി ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ട്. അത് നമ്മളിവിടെ ചോദിച്ചിട്ടില്ല. ഒളിച്ചോടിയോ എന്നുള്ള ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലാണ്. മോഹൻലാൽ ഒളിച്ചോടി എങ്ങോട്ടെങ്കിലും പോയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. പക്ഷേ അദ്ദേഹം ആ സെൻറ്റൻസിനെ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്യും. കാര്യം മോഹൻലാലാണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും നമ്മൾ നമ്മുടെ ഇമോഷൻസൊക്കെ ആയിട്ട് കൂടി ചേർത്ത് വെക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരിതുപോലത്തെ ചെറിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പോലും നമുക്ക് അയ്യോ നമ്മൾ ആ മനുഷ്യനോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയോ എന്ന തോന്നൽ ചിലപ്പോൾ നമ്മളിലുണ്ടാക്കും. അതായത് ഈ ഗിൽറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ നമ്മളോടൊരാൾ മോശമായിട്ട് പെരുമാറി, അപ്പം നമ്മൾ അവരുടെ അടുത്ത് താൻ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ നീ എന്നോട് അങ്ങനെ പറയരുത് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ് തെറ്റായിപ്പോയോ എന്ന് തോന്നുമല്ലോ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ പ്രസംഗത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സർജറിയും പിന്നെ ബറോസ് എന്ന് പറയുന്ന പുള്ളിയുടെ സിനിമയുടെ ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തിരക്കിലൊക്കെ ആയിരുന്നു. സിനിമ സമൂഹത്തിൻ്റെ ഭാഗമാണ്, പല മേഖലയിലുള്ളതുപോലെ ഇവിടെയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുതന്നെയാണ് സിനിമ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് എന്ന് മമ്മൂട്ടിയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് അവിടെ പോയി അവർക്ക് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട്. AMMA എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവം ഇല്ല, അതൊരു കുടുംബം പോലെ എന്ന് വീണ്ടും പറയുന്നുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് കുടുംബം വലുതാണ് സംഭവമാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോലും കുടുംബം എന്ന് പറയുന്നത് ഈ അധികാരം രേഖപ്പെടുത്തുന്ന സ്ഥലമാണ്. അച്ഛൻ പരമാധികാരി, അമ്മ അതിന് ബാക്കി അധികാരം, പിന്നെ മുതിർന്ന ആളുകൾ, ഇളയ ആളുകൾ മുതിർന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും വെറുതെ ബഹുമാനം കൊടുക്കണം, അവർ പറയുന്നതൊക്കെ കേൾക്കണം, അവരുടെ തലയിൽ കയറാനുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരുപാട് അധികാരങ്ങളുടെ ഒരു കേന്ദ്രമാണ് കുടുംബം എന്ന് പറയുന്നത്. തൊഴിലിടത്തിന് തൊഴിലിടമായും തൊഴിലാളികളായും ഒക്കെ തന്നെ കാണാതെ നമുക്ക് തുല്യതയെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. തുല്യത എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും മോഹൻലാലിന് കൊടുക്കുന്ന അതേ പൈസ തന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കണമെന്നാണെന്ന്. അതൊന്നും അല്ല പറയുന്നത്. ഈ ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ബേസിക് റെസ്പെക്റ്റ്, അത് ഈക്വലായിട്ട് തന്നെ പോകണം. പിന്നെ ജോലി ചെയ്യാനുള്ള അവകാശം, സാഹചര്യങ്ങൾ,
ഇതൊക്കെ എല്ലാവർക്കും തുല്യമായിരിക്കണം. പിന്നെ പുറത്തൊക്കെ AMMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ്. AMMA എല്ലാവരെയും സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഇത്തരം ഉത്തരവാദിത്വങ്ങൾ, ഇപ്പം പ്രസിഡൻ്റ് ആവുക, സെക്രട്ടറി ആവുക എന്നൊക്കെ പറയുന്ന ഉത്തരവാദിത്വം വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞതുകൊണ്ട് ഞാൻ ആയതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വട്ടമായി അദ്ദേഹമാണ് പ്രസിഡന്റ് എന്നുള്ള കാര്യം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെ ഇത്ര അംഗങ്ങൾ അല്ലെങ്കിൽ പ്രതിനിധികൾ എന്നുള്ള രീതിയിലല്ല, എല്ലാവരും ഇതിന് മറുപടി കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനും ഏതിനും AMMA കുറ്റപ്പെടുത്തി എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ്സിനോടും സീനിയേഴ്സിനോടും ഒക്കെ സംസാരിച്ചിട്ടാണ് റിസൈൻ ചെയ്തതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തിനും ഏതിനും AMMA കുറ്റപ്പെടുത്തി എന്ന് പറയുമ്പോൾ AMMA അവിടെ പ്രതിസ്ഥാനത്ത് വരുന്നത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരുന്നത് AMMAയുടെ പ്രതിനിധിയായി സംസാരിക്കാൻ വന്നയാളടക്കം ഇവിടെ പ്രതിസ്ഥാനത്ത് വരികയും AMMAയിൽ പരാതിപ്പെട്ടിട്ടും മറുപടിയും അല്ലെങ്കിൽ അതിൽ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല എന്നുള്ള പരാതികൾ വരുമ്പോഴാണ് AMMA അവിടെ പ്രതിസ്ഥാനത്ത് വരുന്നത്. പിന്നെ അഭിനേതാക്കളുടെ എല്ലാം ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആ കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളുടെ ഒരു കുറ്റാരോപണം ഉണ്ടാകുമ്പോൾ എങ്ങനെ അവരതിനെ ഡീൽ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ആളുകൾ നോക്കും. അതെല്ലാ സംഘടനാ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഭാഗമാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇൻഡസ്ട്രി തകർന്നു പോകുന്നൊരു സിറ്റുവേഷനാണ് എന്ന് പുറത്തുനിന്ന് നോക്കുന്ന നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു ശുദ്ധീകരണ പരിപാടിയാണ്. കുറച്ച് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിനിടയ്ക്ക് ഫേക്ക് അലിഗേഷൻസുമായിട്ടും ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ചിലർ കൃത്യമായ തെളിവുകളുമായിട്ട് മുന്നോട്ട് വരും. കുറേ ആളുകൾ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടും. പക്ഷേ ഇതിലൂടെ ഇവിടെ നിലനിൽക്കുന്ന കുറച്ച് തെറ്റായ പ്രവണതകൾ ആളുകളിലേക്ക് എത്തും. അത് ഷുവറാണ്. ഒരു അഭിനയമോഹിയോട് അവരുടെ ശരീരം ആവശ്യപ്പെടുക, അവരിൽ നിന്ന് പണം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അവർ നമ്മളെ ബഹുമാനിച്ച് നിന്നിട്ടില്ലെങ്കിൽ ചവിട്ടിത്താഴ്ത്തു എന്നൊക്കെ പറയുന്ന പോലത്തെ ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ഇതിനെയൊക്കെ തുറന്നു കാണിക്കാൻ, ഇതൊക്കെ ഇവിടെ ഉണ്ട്, ഇതിനൊന്നും നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകരുതേ, ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണിത്. അപ്പോൾ ഇതിവിടെ ഉണ്ട് എന്ന് മനസ്സിലായാൽ എന്താണ് ചെയ്യുക? അത് മാറ്റാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. ആ ശുദ്ധീകരണ പ്രക്രിയയിൽ മലയാളം മറ്റെല്ലാ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ബഹുമാനം മാത്രമേ നേടിയെടുക്കുള്ളൂ. ഇവരൊക്കെ ഇതിനെ ഡീൽ ചെയ്യുന്ന പ്രശ്നമാണ് ഇത്. നേരെ ചൊവ്വേ ഒരു പത്രസമ്മേളനം കൊടുക്കുകയോ കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയോ ചെയ്യില്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല. എല്ലാവരും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി ഒരു വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകൾ നോക്കി കാണുമ്പോൾ ഇവിടെ ഏട്ടനും ഇക്കയും ഒക്കെ ഒളിച്ചിരിക്കുന്നു, ഇവിടെ സ്ത്രീകൾ പറയുന്നത് മാത്രം പുറത്തു വരും, അല്ലെങ്കിൽ WCC പറയുന്നത് മാത്രം പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞൊരു സാഹചര്യം സംജാതമാവുകയാണ്. ഇവിടെ ഇവർക്ക് കൃത്യമായി ഇതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തെറ്റ് ഏറ്റുപറയൽ എന്നുള്ളതല്ല. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ പോവാണ്. ഈ കാര്യം ഇനി ഇവിടെ നടപ്പാക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാത്തരം പ്രവണതകളെയും തുടച്ചു മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളും ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോവുക. ഇതുപോലെ കുറ്റകൃത്യം നടക്കുന്ന അല്ലെങ്കിൽ ഷൂട്ടിംഗ് സെറ്റുകൾ അന്വേഷിക്കുക, അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഈ സീനിയർ താരങ്ങളടക്കമുള്ള ആളുകൾ, അവരെന്നെ നേരിട്ട് വേണമെന്നൊന്നുമില്ല, എത്രയോ അസിസ്റ്റൻസും ആളുകളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുക. പിന്നെ പോലീസുമായി കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നത് ജനങ്ങൾ കൂടി തോന്നുക. അങ്ങനെയൊക്കെ വരുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രി എല്ലാ ഇൻഡസ്ട്രികൾക്കും മാതൃകയായിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പല സംസ്ഥാനങ്ങളിലും വേണം എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ സിമിലർ റിപ്പോർട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ റിപ്പോർട്ടിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിനെയും അവർ പകർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് മാർക്കാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഒന്നിനുമില്ല, ഞങ്ങൾ സിനിമ ചെയ്ത് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയിട്ട് ജീവിച്ചോട്ടെ എന്ന് പറയുന്നത് പോലെയാണ് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം മദ്രാസിൽ നിന്നാണ് ആരംഭിച്ചത്. അന്ന് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്, ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു ഇൻഡസ്ട്രിയാണത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ താരങ്ങളടക്കമുള്ള ആളുകളുടെ സിനിമകൾ പൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തിയിരുന്ന മറ്റ് പലതരം സിനിമകളൊക്കെ ഉണ്ട്. ആ സിനിമകളുടെ കൂടി ഭാഗമായിരുന്ന ആളുകൾ ഈ സംഘടനകളിലും ഒക്കെ ഉണ്ടോ എന്നെനിക്കറിയില്ല. ഇൻഡസ്ട്രിയെ നിലനിർത്തിയ കാര്യം പറയുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ കൂടി അവിടെ പരിഗണിക്കണം. മറ്റ് ഭാഷകളിൽ പോകുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഒതുക്കി സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിക്വസ്റ്റ്, ഈ പറയുന്ന ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ ഫീൽ ചെയ്തത് ഈ ന്യൂസ്, അതായത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ അഭിനേതാക്കൾക്ക് നേരെ വരുന്ന ആരോപണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ നിങ്ങൾ സെൻസേഷണലൈസ് ചെയ്ത് ഞങ്ങളെ കുറ്റക്കാരെ പോലെ കാണിക്കരുതേ, ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ വാർത്തയൊക്കെ കൊടുക്കാൻ പോയാൽ സിനിമകളെയും റിലീസിനെയും ഒക്കെ ബാധിക്കും എന്നൊക്കെ പറയുന്ന പേടി മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അതേസമയം തൊഴിലിടങ്ങളിൽ ആളുകൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എടുക്കേണ്ട, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പരാതികൾ വന്നപ്പോൾ പ്രതികരിക്കാഞ്ഞത്, അത് ഇതിനു മുമ്പ് പരാതി കിട്ടിയിട്ടും പ്രതികരിച്ചില്ല എന്ന് ഇപ്പോൾ ആരോപണ വിധേയനായി പുറത്തുള്ള സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ ഏറ്റുപറഞ്ഞിട്ടുള്ളതാണ്.
മുൻപ് പരാതി കിട്ടിയിരുന്നു, അന്ന് ഞങ്ങൾ ആക്ഷൻ എടുത്തില്ല, അതൊരു വലിയ തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എത്ര പരാതികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് പോവുക എന്ന് പറയുന്നതിനേക്കാൾ സിനിമകൾ കാണാൻ ആൾ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന ആ നഷ്ടപ്പെടുന്ന ലാഭത്തിനെ കുറിച്ച് മാത്രമുള്ള സങ്കടങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ സർക്കാരുണ്ട്, കമ്മിറ്റി ഉണ്ട്, അവർ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് ചലിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് നിശ്ചലമായി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിശ്ചലമായി പോകുന്ന സാഹചര്യമുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, അടുത്ത ഒരു 3-4 പ്രകമ്പനമുള്ള വാർത്തകൾ കിട്ടിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ കുറച്ചൊന്ന് പിൻവലിയും. മാത്രമല്ല, ഇപ്പോൾ ഉള്ള ആരോപണങ്ങൾ അതിൻ്റെയൊക്കെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ചിലതുള്ളതായിരിക്കും, പക്ഷേ ഇതിനിടയ്ക്ക് കുറച്ച് ഫേക്ക് അലിഗേഷൻസ് ഉണ്ടാവും. എനിക്ക് ഫീൽ ചെയ്യുന്നതിലെ പരിപാടി എന്താണെന്നറിയോ, കുറച്ച് ആളുകൾ ചിലപ്പോൾ ബലിയാടാവാൻ മുന്നോട്ട് വരും, അവർക്കെതിരെ ഫേക്ക് അലിഗേഷൻസ് വരുന്നു. അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ ബലിയാടാവാൻ മുന്നോട്ട് വന്നവർ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് ഫേക്കായിട്ടുള്ള ആരോപണങ്ങളാണെന്ന് പറഞ്ഞ് ശരിയായിട്ടുള്ള പരാതികളെ പോലും ജനങ്ങളെ കൊണ്ട് റിജക്റ്റ് ചെയ്യിപ്പിക്കും. ഇതൊക്കെ ഒരു PR പരിപാടിയുടെ ഭാഗമാണ്. സോഷ്യൽ മീഡിയ ഒക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ഒരു പബ്ലിക് റിയാക്ഷനൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ, വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിഷയമൊക്കെ ഒന്ന് പിന്നോട്ട് വലിയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഫേക്ക് അലിഗേഷൻസിനെ എടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് എന്ന് കോമൺ ആയിട്ട് അങ്ങ് വരുത്തി തീർത്ത് പലരും കൈ കഴുകാൻ ശ്രമിക്കും. പിന്നെ ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ അവരന്വേഷണം നേരിട്ട് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് പുറത്തുനിന്നുള്ള ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അല്ലാതെ സിനിമ ഇൻഡസ്ട്രി തകർന്നു പോകണം, സിനിമക്കാർ മുഴുവൻ കള്ളന്മാരാണ് എന്ന് പറയുന്നൊരു ക്യാമ്പയിനൊന്നും എന്തായാലും പുറത്ത് നടക്കുന്നില്ല. പിന്നെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ, ഇൻഷുറൻസ്, മരണാനന്തര സഹായം ഇതൊക്കെ കൊടുക്കുന്നത് ഞങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നല്ലതാണ്, നല്ല കാര്യമാണ്. അതൊന്നും മുടങ്ങാതെ നടക്കാനുള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്, അതും നല്ല കാര്യം. പുതിയ ആൾക്കാർ വരട്ടെ, ഇലക്ഷൻ വെക്കാൻ തയ്യാറാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ സെൻറ്റൻസുകളുടെ പ്രശ്നം അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ഉത്തരങ്ങൾ എന്ന് പറയുന്നത്, ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത സെൻറ്റൻസ് പോയി അവിടുന്ന് തിരിച്ചു വന്ന് ഇത് പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്താൽ പോവുക. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ പോലീസിൽ പോകണം, AMMയിൽ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊരു സെൻറ്റൻസ് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് സാർ AMMA എന്ന് നമുക്ക് തിരിച്ച് ചോദിക്കാൻ തോന്നിപ്പോവും. പക്ഷേ അതിനുള്ള മറുപടി പുള്ളി ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടനയൊന്നും അല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ പോലീസിൽ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പോലീസിൽ പോയാൽ തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ കൂടെ നിൽക്കുമോ, അതോ വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പും പൊളിറ്റിക്കൽ കണക്ഷൻസും പോലീസ് കണക്ഷൻസൊക്കെ ഉള്ള ആളുകൾ ആ പ്രതിയെ സംരക്ഷിച്ച് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെയുള്ളത് ആളുകൾക്ക് സംശയം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടത് മുൻനിര അഭിനേതാക്കളാണ് എന്ന് പറയുന്നൊരു പോയിൻ്റ് അവിടെ ഉണ്ട്. എല്ലാവരും സഹകരിച്ച് ഈ ഒരു ക്രൈസിസിനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം നേരെ വയനാട്ടിലേക്ക് പോയി, പ്രളയത്തിലേക്ക് പോയി. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഈ റീകൺസ്ട്രക്ഷനാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ചില മോശം പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ആദ്യം ഉത്തരവാദിത്തത്തോടുകൂടി കുറച്ച് ആളുകൾ മുന്നിട്ടിറങ്ങിയാലേ പറ്റൂ. ഞങ്ങളില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെക്കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും, പ്രത്യേകിച്ച് മുൻനിരയിലുള്ള ആളുകൾ മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് എത്രത്തോളം പവർഫുള്ളായിട്ട് സാധിക്കും എന്നുള്ളത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷൻ ഉണ്ടാവണം. ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹം പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷൻ വേണം. ഇപ്പോൾ ഏജൻറ്റുമാരാണ് ഇവരെയൊക്കെ എത്തിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാവുന്ന ഒരാൾ, ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ ഒരു തൊഴിലിടത്ത് ആളുകൾ ചൂഷണം ചെയ്യപ്പെടും എന്ന് ധാരണയുള്ള, ഒരുപാട് വായനയും ഒരുപാട് ജീവിതാനുഭവങ്ങളും യാത്രാനുഭവങ്ങളും ഒക്കെയുള്ള മോഹൻലാലിനെ പോലൊരാൾ എന്തുകൊണ്ട് മുൻപേ ഇങ്ങനൊരു സജഷൻ പറഞ്ഞില്ല? അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ, AMMയുടെ പ്രസിഡൻ്റായി നിന്നുകൊണ്ട് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഒരു സംഘടന ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊആക്റ്റീവായിട്ടൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ പത്രസമ്മേളനം കഴിയുമ്പോൾ ഉണ്ടായിരുന്ന തോന്നലുകളൊക്കെ ശരിക്കും മാറിയേനെ. അല്ലെങ്കിൽ ഇത്തരം ചില നടപടികൾ ഒരു തുടക്കം കുറിച്ചിട്ടാണ് പത്രപ്രവർത്തകരുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ഇമ്പാക്റ്റും വേറൊന്നാവുമായിരുന്നു. ഇത് സിനിമയുടെ നല്ല സമയമാണ്. ഇൻ്റർനാഷണൽ ന്യൂസായി ഈ കാര്യങ്ങളൊക്കെ മാറുമ്പോഴേക്കും അത് നമ്മുടെ വ്യവസായം തകരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പത്രക്കാരുടെ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ആദ്യമായി അദ്ദേഹം മറുപടി കൊടുക്കുന്ന ചോദ്യം, ഈ ചോദ്യം ചോദിച്ചവനെയൊക്കെ ഒരു മീഡിയ ഹൗസിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ ആലോചിക്കണം ഇവനെ ഇനി പണിക്ക് വെക്കണമെന്ന്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യമാണോ, ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം.
പിന്നെ എന്ത് തേങ്ങയാണ് ഇത്രയും നേരം അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് എന്നുള്ളത് ഈ പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കുറ്റം ചെയ്തവർ അവർ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് അദ്ദേഹം സ്പീച്ചിൽ പറയുന്നുണ്ട്. ഇതെല്ലാവരും പറയുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ, കുറ്റം ചെയ്തവർക്ക് നേരെ നടപടി ഉണ്ടാവട്ടെ. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം ആവശ്യമാണോ എന്നുള്ളത് ഒരു ചോദ്യമേ ആവുന്നില്ലല്ലോ. കേരളത്തിലെ ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു തൊഴിലിടത്ത് മനുഷ്യത്വരഹിതമായ നടപടികൾ ഉണ്ടാവുന്നുണ്ട് എന്ന് വരുമ്പോൾ അതിന് അന്വേഷണം പ്രഖ്യാപിക്കാൻ സമയമെടുത്ത ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതിന് പകരം അന്വേഷണം ആവശ്യമാണോ എന്ന് നിങ്ങൾ മോഹൻലാലിനോട് പോയി ചോദിക്കുന്നത് എന്ത് കോക്കനട്ടാണ്. പിന്നെ അദ്ദേഹം ഇനി സംഭവിക്കാതിരിക്കാനുള്ള വഴിയൊക്കെ നോക്കാം, ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അന്യരാകും എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ഗിൽറ്റ് ഫീൽ ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കോൺക്ലേവിനോട് സഹകരിക്കുമോ എന്ന് മോഹൻലാലിനോട് ചോദിച്ചിട്ടുണ്ട്. സിനിമ കോൺക്ലേവ് നടത്തുമ്പോൾ അവിടെ മോഹൻലാലിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി പോകാതിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊരു ചോദ്യമാണോ? ഇതാണോ ചോദിക്കേണ്ട ചോദ്യം? ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ ആദ്യത്തെ ചോദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരുപാട് ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ ഇതുവരെ നടപ്പാക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നൊരു ചോദ്യം. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മീഡിയക്കാരൊന്നും ഈ ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് തമ്മിൽ പോലും ഒന്നും സംസാരിച്ചിട്ടില്ല. എല്ലാം കൂടി കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും, അതായത് ഹെഡ്ഫോൺ വെച്ച് പോസ് ചെയ്ത് കേട്ടിട്ടും എനിക്ക് ചോദ്യം മനസ്സിലാകുന്നില്ല. പിന്നല്ലേ സ്റ്റേജിൽ ഇരിക്കുന്ന മോഹൻലാലിന്. പിന്നെ WCC അമ്മ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട് ആ ചർച്ചയൊക്കെ വിട്ടേക്കൂ, മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ എന്നൊക്കെ. ശരിയാണ്, മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കുക, അങ്ങോട്ടേക്കൊക്കെയാണ് കൂടുതൽ ഡിസ്കഷൻ പോവേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം ഇത്രയും സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ കുറേ കൂടി ഉത്തരവാദിത്തത്തോടു കൂടി ചോദ്യങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കുന്നവരെ ആയിരുന്നു വേണ്ടിയിരുന്നത്. പലപ്പോഴും ഈ ട്രോളുകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ചോദ്യങ്ങൾ തയ്യാറാക്കി വന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾക്ക് തരാൻ ഉത്തരമില്ല എന്ന് മോഹൻലാൽ എന്ന് പറഞ്ഞ അവർ തഗ് ലൈഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരാരും ചോദ്യങ്ങൾ തയ്യാറാക്കി വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്പീച്ചിനിടയ്ക്ക് മോഹൻലാൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഇവരുടെ മൈൻഡിലില്ല. ഇവർക്കൊരു ബൈറ്റ് വേണം, അതായത് എയർ ചെയ്യാൻ ഒരു കണ്ടൻറ്റ് വേണം എന്നുള്ളതിനപ്പുറത്തേക്ക് മോഹൻലാലിനെ പോലെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസർ കൂടി ആയിട്ടുള്ള, അതായത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വളരെയധികം വരുമാനം കണ്ടെത്തുന്ന, നമുക്ക് വേണമെങ്കിൽ ഇതൊരു വ്യവസായമാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലിനെ ഒക്കെ വ്യവസായ പ്രമുഖർ എന്ന് തന്നെ വിളിക്കാം ഈ മേഖലയിൽ. കാര്യം അവർ പ്രൊഡക്ഷൻ ഹൗസുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, തിയേറ്ററിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്നെനിക്കറിയില്ല. പിന്നെ അവർ ലീഡിങ് ആർട്ടിസ്റ്റുകളാണ്, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അത്രയും വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കയ്യിൽ കിട്ടിയിട്ട് ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് പൃഥ്വിരാജുമായിട്ട് ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ ഫീൽ ചെയ്ത്. അന്വേഷണം ആവശ്യമാണോ, കുറ്റം ചെയ്തവർ രാജിവെച്ചിട്ടാണോ അന്വേഷണം നേരിടേണ്ടത്, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതിനവർ യെസ് ഓർ നോ പറയാൻ പറ്റുന്ന, അതായത് എല്ലാ ചോദ്യങ്ങളും ഒരു യെസ് ഓർ നോ ചോദ്യങ്ങളാണ്. ഒന്ന് വിശദമായിട്ട് പറയാം, അല്ലെങ്കിൽ അവരുടെ ഭാഗം ന്യായീകരിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരിക. അവിടേക്കാണല്ലോ മാധ്യമപ്രവർത്തനം കുറച്ചും കൂടി ശക്തമായിട്ടുണ്ടാവേണ്ടത്. ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും അതിനപ്പുറം നിൽക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കണ്ടേ. ഈ കൂട്ടത്തിൽ നല്ല ചോദ്യങ്ങളില്ല എന്ന് പറയില്ല. പരാതികൾ മുൻപ് വന്നിട്ടുണ്ടോ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പരാതികൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ എന്ന് മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ സമയത്തൊന്ന് വട്ടം കറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. മുഖമില്ലാത്ത പരാതികൾ ഇതിന് മുൻപും വന്നിട്ടില്ലേ എന്നുള്ള ചോദ്യമൊക്കെയാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. അതായത് മീറ്റു ആരോപണത്തിന് മറുപടി കൊടുക്കുന്ന പോലെയാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. അങ്ങനെ വട്ടം കറങ്ങി ഇതൊരു വലിയ ഇൻഡസ്ട്രി അല്ലേ, എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ വഴുതി പോകുന്നുണ്ട്. ഒരു ഉത്തരത്തിലേക്ക് അദ്ദേഹം ലാൻഡ് ചെയ്യുന്നില്ല. ആക്ച്വലി ഒരു നല്ല ചോദ്യം അതായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പരാതികൾ ഇതിനു മുമ്പ് നിങ്ങൾ പ്രസിഡൻ്റായിരുന്ന ഈ 2 വട്ടം നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. പിന്നൊരു ചോദ്യം, ആരോപണ വിധേയർ മാറി നിൽക്കണം. എന്തൊരു ടൈം വേസ്റ്റ് ആണത്. സിദ്ദിഖിനെ കുറിച്ച് ചോദിച്ചാൽ പുള്ളി പറയും സിദ്ദിഖിൻ്റെ താല്പര്യം അതായിരുന്നു, അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് പറയും. മുകേഷിനെ കുറിച്ച് ചോദിച്ചാൽ അതെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ മോനെ, അതങ്ങനെയല്ലേ മോനെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മാറും. അവിടെ ആ ചോദ്യം കൊണ്ട് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളെ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. മോഹൻലാലാണ്, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വഴുതി പോകുള്ളൂ. ഈ ചോദ്യത്തിലേക്കൊന്നും അദ്ദേഹം ലാൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പവർ ഗ്രൂപ്പ് അംഗമല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. ഒരുപാട് പരാതികളും ഒരുപാട് ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ കോമണായി വരുന്ന, ആവർത്തിച്ച് വരുന്ന പേരുകൾ ഉണ്ടാകുമ്പോൾ അവരിതിൽ പല കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ അവരുൾപ്പെടുന്നത് ഒരു പവർ ഗ്രൂപ്പ് അല്ലേ എന്ന് തിരിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ പൊതുസമൂഹത്തിന് ബോധ്യമാക്കരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇവർക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ തൽക്കാലം വയ്യ. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം ഇവരുടെ രണ്ടുപേരുടെയും
പെരുമാറ്റത്തിലില്ല. കൃത്യമായി ഒരു പത്രസമ്മേളനമായിട്ട് അവർ വന്നിരിക്കുകയാണെങ്കിൽ, അതായത് പ്രസ് ക്ലബ്ബിലോ മറ്റോ ഒരുപാട് പത്രപ്രവർത്തകർ ചോദ്യം ചോദിക്കാനിരിക്കുമ്പോൾ കൃത്യമായി ചോദ്യം ചോദിക്കാൻ അറിയാവുന്ന ഒരു 8-10 മാധ്യമപ്രവർത്തകരുണ്ടെങ്കിൽ അതിന് നേരിടാൻ ഇവർക്ക് താല്പര്യമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഇൻഡസ്ട്രിയുടെ മുഖമായി തന്നെ നമ്മൾ കാണുന്ന, ഒരുപക്ഷെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഈ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ മൂന്നാമനായിരുന്നൊക്കെ പറയുന്ന ഡിസ്കഷൻ നടക്കാറുണ്ട്. മൂന്നാമൻ ഇവിടെ ഒരു പ്രസക്തിയുമില്ല. ഇവർ 2 പേരുമാണ് നമ്മൾ ഈ സിനിമാ സ്നേഹികളടക്കം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ പില്ലേഴ്സായിട്ട് കാണുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയൊക്കെ കാണാതിരിക്കുമ്പോൾ അയ്യോ അവരൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക എന്ന് പറയുന്ന അതിവിനയരായ ആളുകൾ അവരുടെ പിന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ള ദുഃഖകരമായൊരു തോന്നലാണ് ഏതൊരു പ്രേക്ഷകൻ്റെയും ഉള്ളിലുണ്ടാകുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണെങ്കിലും നടപടികളൊക്കെ എടുത്തു തുടങ്ങണമെന്നായിരുന്നെങ്കിൽ സിനിമ ഇൻഡസ്ട്രിക്ക് അകത്ത് നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആസ് ആൻ ആർട്ടിസ്റ്റ്, ആസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ ആർട്ടിസ്റ്റ് ഇവർക്കൊക്കെ ചെയ്തു തുടങ്ങാവുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചും നമ്മളിതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അവർ നടപടികൾ കൈക്കൊണ്ടിട്ട് നമ്മൾ അറിയാത്തതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ മലയാളത്തിൻ്റെ ബിഗ് എംസിൽ നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് കടുത്ത നിരാശ മാത്രമാണ് എനിക്കുണ്ടായത്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം നേരെ തിരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ആരോഗ്യകരമായ ചർച്ചകൾ മാത്രമാവാം. പക്ഷേ ഇതിനിടയ്ക്കും ഇവർ ഈ എഴുതിയിട്ടിരിക്കുന്നതും അതുപോലെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുമൊക്കെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ് ഇടേണ്ടി വന്ന ആരാധകരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ടതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും പിന്നെ ഗുണകരമാണ്, നല്ല ചർച്ചകളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.